ഹായ് മാന്യ സുഹൃത്തുക്കളെ, ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് ഇതൊരു കാന്താരി മുളകാണ്. ഈ കാന്താരി മുളകിൻ്റെ വിത്തുകൾ പലർക്കും കിട്ടാനില്ല. അപ്പോൾ കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ നമുക്കൊരു കാന്താരി വച്ച് പിടിപ്പിക്കണമെങ്കിൽ അത് എവിടെ നിന്ന് കരസ്ഥമാക്കാമെന്നും അപ്പം നമ്മൾ ഇത്രയും വളർന്ന ഒരു കാന്താരി മുളക് പിഴുതെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ മണ്ണിലോ അല്ലെങ്കിൽ ചാക്കിലോ അല്ലെങ്കിൽ വലിയ ചട്ടിയിലോ ഗ്രോവായിലോ ഒക്കെ എങ്ങനെയാണ് വെച്ച് പിടിപ്പിക്കുന്നതെന്നും ഒക്കെ ഉള്ള ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു കാന്താരി ഇത് തൊട്ടടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ നിന്നും കിട്ടിയതാണ്. കുറ്റിക്കാടുകളിലും ഗ്രാമപ്രദേശങ്ങളിലെ ആ പാതയോരങ്ങളിലും ഒക്കെ പല വലിപ്പത്തിലുള്ള കാന്താരി മുളകുകൾ ലഭ്യമാണ്. ഇതിപ്പോൾ കാന്താരി പിടിച്ച് നിൽക്കുന്നതാണ്. പക്ഷേ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ആർക്കും വേണ്ടാതെ ഇതിങ്ങനെ അവിടെ നിന്ന് വളർന്ന് കായകളൊന്നും പറിക്കാതെ ഇങ്ങനെ പോകും. അപ്പോൾ ഇത് കാട്ടിലും പാതയോരത്തും ഒക്കെ എങ്ങനെയാണ് ഈ വിത്ത് വന്ന് വീണ് കിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ ഒരു കാട്ടിൽ ഈ മുളക് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതാരും പറിക്കാനില്ല, ഈ മുളകുകളൊന്നും ആരും പറിക്കാനില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ കാന്താരി അവിടെ നിന്നങ്ങ് പഴുക്കുന്നുണ്ടെങ്കിൽ വിവിധങ്ങളായ പക്ഷികൾ ഇത് വന്ന് കഴിക്കും. തിന്നതിന് ശേഷം അത് കാഷ്ടത്തിലൂടെ ഇതിൻ്റെ അരികൾ ദഹിക്കാതെ പുറത്തു വരും. ആ പക്ഷികൾ എവിടേക്ക് പോയി കാഷ്ടിക്കുന്നുവോ അവിടെല്ലാം ഇതിൻ്റെ വിത്തുകരണം നടക്കുകയും അങ്ങനെ പല പ്രദേശങ്ങളിലും ഇത് കിളിച്ച് നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത്തരത്തിലൊരു കാന്താരി മുളക് വെച്ച് പിടിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ പാതയോരങ്ങളിലോ കുറ്റിക്കാടുകളിലോ അങ്ങനെ എവിടെയെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ പൈസ കൊടുക്കാതെ വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നഴ്സറികളിൽ പൈസയ്ക്ക് കിട്ടും. ഇതേപോലെ ഒരെണ്ണം ഏത് പ്രായത്തിലുള്ള ആയാലുമില്ല, ഇതേപോലെ ഒരെണ്ണം പിഴുതെടുക്കുക. നമ്മൾ പിഴുതെടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. കാരണം കാട്ടിലൊക്കെ നിൽക്കുന്ന മുളകിൻ്റെ ഇലകളിലും വള്ളികളിലും തണ്ടിലും ഒക്കെ മറ്റ് പടർന്നു നിൽക്കുന്ന സസ്യങ്ങൾ കയറി ചുറ്റിപ്പണഞ്ഞ് കിടക്കും. അപ്പോൾ അത് പിഴുത് മാറ്റിയതിന് ശേഷം മാത്രം വേണം ഈ കാന്താരി പിഴാൻ. ഇല്ലെങ്കിൽ അതിൻ്റെ തണ്ടുകളൊക്കെ നശിച്ചു പോവുകയും നമുക്ക് നട്ടാൽ കിളിക്കാനാവാത്ത വിധമാവുകയും ചെയ്യും. അപ്പോൾ ഇത് നടാൻ ഇപ്പം ഇത് നല്ല പ്രായമുള്ളതാണ്, മുളക് പിടിച്ചതാണ്. ഈ കാന്താരി മുളക് നടാൻ നമ്മൾ ആദ്യമായിട്ട് തടമാണ് എടുക്കാൻ പോകുന്നത്. അത് നമുക്ക് കാണാം. എങ്ങനെയാണ് തടം എടുക്കുന്നത് നമുക്ക് കാണാം. വൃത്തത്തിലാണ് നമ്മൾ തടമെടുക്കുന്നത്. വൃത്തത്തിൽ നമ്മൾ തടമെടുക്കും. നമുക്കറിയാം കാന്താരി മുളകിൻ്റെ വേരുകൾ വലിയ ദൂരേക്ക് പോകത്തില്ല എന്ന് മാത്രമല്ല ചെറിയ വേരുകളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആഴത്തിൽ നമുക്കിതിൻ്റെ തടം എടുക്കേണ്ട കാര്യമില്ല. കാന്താരി മുളക് നടുന്നതിന് വേണ്ടിയുള്ള തടം നമ്മൾ വെട്ടി. ഇനിയും ഈ തടത്തിനകത്തുള്ള കല്ലുകൾ നമ്മൾ ഇടഞ്ഞു മാറ്റണം. കാരണം കാന്താരി മുളകിൻ്റെ വേരുകൾ വളരെ നേർത്ത വേരുകളാണ്. അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളമൊക്കെ വലിച്ചെടുക്കണമെങ്കിൽ കല്ലുകൾ മണ്ണിനകത്ത് കിടക്കാൻ പാടില്ല. അതുകൊണ്ട് കല്ലുകൾ പൂർണ്ണമായിട്ടും നമ്മൾ ഇടഞ്ഞു മാറ്റണം. കല്ലുകൾ നമ്മൾ ഇടഞ്ഞു മാറ്റി കഴിഞ്ഞു. കല്ലുകൾ ഇടഞ്ഞു മാറ്റി. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കുറ്റി നമുക്ക് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം. കാന്താരി മുളക് നടുന്നതിന് വേണ്ടി തടം വൃത്തിയാക്കി ഇവിടെ നമ്മളൊരു കുറ്റി അടിച്ചു. എന്തിനാണ് ഈ കുറ്റി അടിച്ചെന്നുള്ളത് നമുക്ക് സാവധാനം മനസ്സിലാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പിഴുതുകൊണ്ട് വന്നിട്ടുള്ള ഈ മുളകിൻ്റെ ഇത് ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് പിഴുതുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ പരിചരണമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് മറിഞ്ഞൊക്കെ വീണ് കിളിച്ച്, അപ്പോൾ അതിൻ്റെ കമ്പുകൾ നമ്മൾ മുറിച്ച് കളയണം. ആവശ്യമില്ലാത്ത ശിഖരങ്ങൾ നമ്മൾ മുറിച്ച് കളയുകയാണ്. ആവശ്യമില്ലാത്ത എല്ലാ ശിഖരങ്ങളും മുറിച്ച് കളയണം. മുറിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇത് വളർന്ന് വരികയുള്ളൂ. നമ്മൾ പിഴുമ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകുന്ന ശിഖരങ്ങളുണ്ടെങ്കിൽ ആ ശിഖരങ്ങളൂടി നമ്മൾ മുറിച്ച് മാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ അത് അവിടെ നിന്ന് അഴുകി പല്ലായി പോവും. അപ്പം നമ്മൾ ശിഖരങ്ങളെല്ലാം മുറിച്ച് മാറ്റി നല്ല കുട്ടപ്പനായ ഒരു ചെടിയായിട്ട് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നടുക എന്ന പ്രവൃത്തിയാണ്. അപ്പം നമ്മൾ തയ്യാറാക്കിയ കുഴിക്കകത്ത് കൈകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് മാന്തിന് ശേഷം നമ്മളിങ്ങനെ മണ്ണിട്ട് കൊടുക്കുകയാണ്. മണ്ണിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നല്ല മഴയുള്ള സമയമാണെങ്കിൽ പൂർണ്ണമായിട്ടും ഈ കുഴി ഇതേപോലെ നമ്മൾ പൂർണ്ണമായിട്ടും ഇങ്ങനെ
ചെയ്യണം. കാരണം വെള്ളം വേരിൻ്റെ ഭാഗത്ത് കെട്ടി നിൽക്കാൻ ഒരു കാരണവശാലും ഇടയാവരുത്. അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയും അടുത്ത ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. നമ്മൾ ഒരു കുറ്റി അടിച്ചിരുന്നു. ഈ കുറ്റി നമ്മൾ അടിച്ചത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ ഒന്ന് പിടിച്ച് കെട്ടേണ്ടിയിരിക്കുന്നു. കാരണം നല്ല മഴയായതുകൊണ്ടും അതുപോലെ തന്നെ വേര് ഉറച്ചിട്ടില്ല. ആ കാരണങ്ങൾ കൊണ്ടും നമ്മളിങ്ങനെ ഒരു ബലത്തിന് വേണ്ടി ഇതൊന്ന് പിടിച്ച് കെട്ടണം. പ്രിയമുള്ളവരെ, നമ്മൾ കാന്താരി മുളക് നട്ട് കഴിഞ്ഞു. അത് പോകാതിരിക്കാൻ വേണ്ടി കെട്ടിയും കഴിഞ്ഞു. ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അല്പം കരിയില ഇതിൻ്റെ ചുവട്ടിലിടണം. കരിയിലയോ തോലോ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇടണം. അതുപോലെ തന്നെ കാന്താരിക്ക് യാതൊരു കാരണവശാലും ഇത്തരം കാന്താരി ഇങ്ങനെ നടുമ്പോൾ വളമിടരുത്. ഇത് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ പുതിയ ഇലകളൊക്കെ വരും. ആ സമയത്ത് മാത്രമേ നമ്മൾ വളമിടാവൂ. ആ വളമിടുന്ന രീതി പിന്നീട് ഞാൻ കാണിക്കുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചാമ്പൽ ഒരു കാരണവശാലും കാന്താരി മുളക് ഇടരുത്. പച്ചില വളങ്ങളും അതുപോലെ തന്നെ കാലിവളങ്ങളുമാണ് കാന്താരി മുളകിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളങ്ങൾ. എല്ലുപൊടിയും പിണ്ണാക്ക് വളങ്ങളും വളരെ നല്ലതാണ്. ഇതേപോലെയുള്ള ഒരു കാന്താരിയും ഒരു മൂട് പച്ചമുളകും ഒരു മൂട് ഉണ്ടമുളകും ഒരു വീട്ടിലുണ്ടെങ്കിൽ മുളക് പൈസ കൊടുക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിക്കാൻ സാധിക്കും. ഇത് ചട്ടിയിലും ചാക്കിലും ഗ്രോവാഗിലും ഒക്കെ നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൃഷികൾ ഇഷ്ടമെങ്കിൽ, ഇത്തരത്തിലുള്ള അറിവ് ശേഖരിക്കാനും മറ്റുള്ളവരിൽ എത്തിക്കാനും താല്പര്യമെങ്കിൽ ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.